അസ്സലാമു അലൈക്കും. ഹൈ, വെൽക്കം ബാക്ക്. പെരുന്നാളിന് സ്പെഷ്യലായിട്ട് എന്തുണ്ടാക്കുന്നത് തിരഞ്ഞു നടക്കുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് പോരി. ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാക്കറ്റ് ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതായത് 10 ഗ്രാം ഉണ്ടാവും. അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ഇതിന് പകരം ചൈന ഗ്രാസ് യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ 2 സ്പൂൺ ചിയാ സീഡ് എടുക്കുക. അതിലും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊക്കെ സ്റ്റൗ ടോപ്പിൽ വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി 1 കപ്പ് ഫ്രഷ് ക്രീം കയ്യിലില്ലെങ്കിൽ ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പം മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ ഇല്ല, അത് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നേരത്തെ വിപ്പിംഗ് ക്രീമും മധുരമുള്ളതാണ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കുമായി അത് മതിയാവും. പിന്നെ ഇതാ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇട്ടിട്ട് പിന്നെ ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ നല്ല ചൂടിൽ തന്നെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് ജലാറ്റിനും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ശരിക്കും പെട്ടെന്ന് കഴിയുന്ന പുഡിങ് കേട്ടോ ഇത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട പണിയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ട് അതിലോട്ട് ഇത് അരിച്ചൊഴിക്കണമെങ്കിൽ അരിച്ചൊഴിക്കുക കേട്ടോ. എന്നിട്ട് ഇതാ സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം. ഇനിയിപ്പം അത് സെറ്റായി വരുന്ന ടൈമിൽ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതാ നമ്മളെ പുഡിങ്ങിൻ്റെ മെയിൻ ഐറ്റം സ്ട്രോബെറി ചില്ലിയില്ലേ, അത് ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ചെറിയ തരിപ്പൊക്കെ അല്ലേ, അത് നല്ലോണം ഈ വെള്ളത്തിൽ അലിയിച്ചെടുക്കണം. എന്നാലേ നമുക്ക് ആ ജെല്ലിൻ്റെ ആ ഒരു ടെക്സ്ചറായി കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അത് അരിഞ്ഞിട്ട് നേരത്തെ കുതിർത്താൻ വെച്ച ചിയാ സീഡ് ഇല്ലേ, ആ ചിയാ സീഡ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. കുറച്ച് നല്ലോണം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പിങ്ങിൽ ഈ ചിയാ സീഡ് നല്ലോണം വരുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതാ നമ്മൾ പുഡിങ് ഇവിടെ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1/4 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. ഇനിയിപ്പോൾ ഇതാ ജെല്ലിൻ്റെ മിക്സ് ഇല്ലേ, അത് ഇതിൻ്റെ മുകളിൽ ചെറിയ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മളെ പുഡിങ് ഇതാ റെഡി ആയിട്ടുണ്ട്. താഴെ നല്ല ബട്ടറിൻ്റെ ഫ്ലേവറിൽ ഒരു ക്രീമി ടെക്സ്ചറിലും മുകളിൽ ആ സ്ട്രോബെറിയുടെ പുളിപ്പും മധുരമൊക്കെ ആയിട്ട് വരുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.